റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബിഗ് ബോസിൽ പങ്കെടുത്ത് ഒരു താരമായി തീർന്നു എന്ന് സ്വയം വിശ്വസിക്കുന്ന റോബിൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പുതിയ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ പുതിയ വിവരങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് റോബിൻ രാധാകൃഷ്ണൻ ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇപ്പോൾ വാദി പ്രതിയായോ എന്ന് പറയുന്ന സംശയമുണർത്തുന്ന രീതിയിൽ തമാശ പറയുക എന്ന ഒരു റോബിൻ രാധാകൃഷ്ണനെയാണ് കാണുന്നത്. അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ 42 ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. 42 ലക്ഷത്തിൽ ചില്ലാനും രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം ഈ അടുത്തിടെ തിരക്കൊക്കെ കാരണം പുള്ളിക്ക് കണക്കൊന്നും നോക്കാൻ പറ്റിയില്ല. കണക്കൊക്കെ മുഴുവൻ നോക്കിയപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് 43 ലക്ഷത്തിൽ ചില്ലറ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കാനുള്ള പണം എത്രയാണെന്ന് പോലും നോക്കാതെ ഇങ്ങനെ പുള്ളി കൊടുത്തുകൊണ്ടേയിരുന്നു. കാരണം എന്താ വെച്ചാൽ മരം കുലുക്കിയിടുന്ന പണമാണുള്ളത്. ജസ്റ്റ് മരം കുലുക്കുക അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് വീഴ്ത്തുക എന്നുള്ള നിലക്ക് മരത്തിൽ പൂക്കുന്ന പണമാണ്. അപ്പോൾ അങ്ങനെ പണം പൂട്ടുന്നപ്പോഴത്തേക്കും പുള്ളിക്ക് എന്ത് ചെയ്തു, പുള്ളി ഇത് കൊടുത്തുകൊണ്ടേയിരുന്നു. ലാസ്റ്റ് ഇപ്പോൾ പുള്ളി പറയുന്നത് 69,000 രൂപ കൂടുതലായി കൊടുത്തിട്ടുണ്ട്, അതിങ്ങോട്ട് തിരിച്ചു തരണമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു തരണം എന്നുള്ളത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ റോബിൻ രാധാകൃഷ്ണനോട് ചില ചോദ്യങ്ങളുണ്ട്. റോബിൻ രാധാകൃഷ്ണനെയും ഈ പോഴത്തരമൊക്കെ പറഞ്ഞ് വേറെ ആരെങ്കിലും പറ്റിക്കാൻ നോക്കിയാൽ മതി. കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ സാമാന്യ ബുദ്ധിയുണ്ട്. അതുകൊണ്ട് അവർക്കൊരു കാര്യം ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ട്. താങ്കൾ നടത്തിയ പ്രസ് മീറ്റിൽ നിന്നും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ നിന്നും താങ്കൾക്ക് മനസ്സിലായ ഒരു കാര്യം, അവർക്ക് വേണ്ടത് പണമല്ലേ, അപ്പോൾ പണം ഞാൻ കൊടുക്കാനുണ്ട്, അത് കൊടുക്കാം എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞേക്കണം. അത് കൊടുത്താൽ പ്രശ്നം തീരും. അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ട്. ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാലും ഇത്രയൊക്കെ സംഭവിക്കാനുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ശിക്ഷാ നടപടി ഏൽക്കേണ്ടി വന്നാലും അത് അന്തസ്സോടുകൂടി ഏറ്റെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പണത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും വരും. അതിലൊന്നും വലിയ പ്രധാനപ്പെട്ട വിഷയമില്ല. പക്ഷേ ഇതിൽ റോബിൻ രാധാകൃഷ്ണൻ കാണിക്കുന്ന തന്ത്രപരമായ നീക്കം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ കാര്യം എന്താണെന്ന് എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലായോ എന്നറിയില്ല. കാരണം ഇവർ അക്കൗണ്ട് വഴി ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തേക്കണ പണം ഏതാണ്ട് അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ അക്കൗണ്ട് വഴി അല്ലാതെയും പണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത് അക്കൗണ്ട് വഴി കൊടുത്തേക്കണ പണം ഇത്രയേ ഉള്ളൂ, ഞാൻ തിരിച്ചു കൊടുത്തേക്കണ പണം കൂടി നോക്കിയാൽ ഇതിനേക്കാൾ കൂടുതൽ വരുമെന്നാണ്. അപ്പോൾ അങ്ങനെ പണം മുഴുവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് റോബിനോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, പിന്നീട് റോബിൻ എന്തിനാണ് ഇലക്ഷൻ സമയത്ത് ഇവരുടെ വീടുകളിൽ പോവുകയും ഇവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ ഇത്രയും കാശ് കൊടുത്തു, ഇനി ബാലൻസ് ഇത്രയും കാശ് കൂടി കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോക്ക് പറയുകയും ആ വീഡിയോ സമ്മതിച്ചു കൊടുക്കുകയും കൃത്യമായിട്ട് ഒരു വീഡിയോ തന്നെ അവർക്ക് റെക്കോർഡ് ചെയ്യാനുള്ള അവസരം ഒരുക്കുകയും ചെയ്തത് എന്തിനാണ്? ഒന്ന്. രണ്ടാമത്തേത്, താങ്കൾ ഇവരെ ഭയന്നത് എന്തിനാണ്? കാരണം ഇവർക്ക് കൊടുക്കാനുള്ള പണം മുഴുവൻ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ താങ്കൾ എന്ത് ചെയ്യുന്നു? ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, താങ്കൾക്ക് ഏറ്റവും ഒടുവിൽ നടത്തിയിട്ടുള്ള പ്രസ് മീറ്റിൽ പോലും പറയുന്നൊരു കാര്യം, അതായത് എനിക്കിവർക്ക് പണം ഞാൻ കൊടുക്കാനുണ്ടെങ്കിൽ പണം മേടിക്കാൻ ഇവർ പോലീസ് സ്റ്റേഷനിൽ വന്നോളൂ, നമുക്ക് അവിടെ വെച്ച് സെറ്റിൽ ചെയ്യാം എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം താങ്കൾക്ക് 1 രൂപ പോലും കിട്ടാനുണ്ട് എന്നുള്ളത് താങ്കൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചില ലീഗൽ അഡ്വൈസൊക്കെ താങ്കൾക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് ഒരു കാര്യം മനസ്സിലായി. കാരണം ഇവരുടെ ഭാഗത്തു നിന്നും ചെറിയ കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങൾ പറ്റിയതുകൊണ്ട് അവരെ ഒന്ന് മുതലാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം ഇവർക്കെതിരെ പരാതിയൊക്കെ കൊടുത്തിട്ടുള്ള ബിഗ് ബോസിലെ തന്നെ ഒരു താരമായിട്ടുള്ള വേദ് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവർ തന്നെ പറഞ്ഞേക്കണത് യഥാർത്ഥത്തിൽ ഞാൻ 8 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, അതിൽ 4 ലക്ഷം രൂപ പണമായിട്ടും 4 ലക്ഷം രൂപ അക്കൗണ്ടിലൂടെയുമാണ് കൊടുത്തേക്കണത് എന്നുള്ളതാണ് പറഞ്ഞേക്കണത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കുഴപ്പമായിട്ട് പോയത് ലക്ഷ്മി. കാരണം ഈ 4 ലക്ഷം രൂപ എവിടെ നിന്നാണ് എന്നുള്ളതിൻ്റെ സോഴ്സ് കാണിക്കേണ്ടി വരും. പ്രത്യേകിച്ച് പണമായി കീപ്പ് ചെയ്ത് അത് ചിലപ്പോൾ അച്ഛനോ മുത്തച്ഛനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോ വീട്ടുകാരൊക്കെ തന്നെ സ്വരൂപിച്ച് വെച്ചിരുന്നതാണെന്നും അവർക്കന്ന് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായില്ലെന്നും ഒക്കെയുള്ള വലിയ ന്യായീകരണങ്ങളൊക്കെ നമ്മൾ നടത്തേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം ഒരാൾക്ക് 20,000 രൂപയിൽ കൂടുതൽ ഇപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻ നടത്താൻ കഴിയില്ല. കാരണം 19,999 പൈസ മാത്രമേ നമുക്ക് കൈവായ്പയായിട്ട് പണമായിട്ട് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് ഈ പണത്തിൻ്റെ സോഴ്സുകൾ കാണിക്കണം എന്നുള്ളതാണ്. കാരണം അത് പണമായിട്ടാണ് കിട്ടിയതെങ്കിൽ വലിയ തലവേദനയാണ്. കാരണം അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ പോസിബിൾ അല്ല. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിനൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട്. വലിയ നിയമജ്ഞരെ കണ്ടിട്ടുണ്ടെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടിനെ കണ്ട് അവർ പറഞ്ഞു തരുമായിരിക്കും. പക്ഷേ മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ പണം നിങ്ങളൊരു 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരാൾക്ക് കൈവായ്പ കൊടുക്കാനും ഇവിടെ നിയമമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈസൻസൊക്കെ മേടിക്കുകയും വലിയ ലോണായി കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വേദലക്ഷ്മിക്ക് ഇപ്പോൾ വലിയ ധാരണ ഉണ്ടാവില്ല. പക്ഷേ വേദലക്ഷ്മിയുടെ കൂടെയുള്ള പയ്യനൊക്കെ അറിയുമായിരിക്കും. കൂടാതെ
റോബിൻ രാധാകൃഷ്ണൻ ഇവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്കെതിരെ ഏതോ സ്ത്രീ വിഷയമുണ്ടെന്നോ പോക്സോ കേസ് ഉണ്ടെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഈ വേദലക്ഷ്മിയുടെ സുഹൃത്തിനെതിരെ. പക്ഷേ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അദ്ദേഹം ചില വീഡിയോകൾ കൂടി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്, ചാറ്റുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ കണ്ണേ മുത്തേ എന്നൊക്കെ വിളിച്ച് ഇവരോട് സംസാരിക്കുകയും പണം വാങ്ങുമ്പോൾ എന്നെ വളരെയധികം നിങ്ങൾ സഹായിച്ചിരുന്നു, ഞാൻ ജീവിതകാലത്തൊരിക്കലും മറക്കില്ല എന്ന് പറയുന്ന വാദങ്ങളുമൊക്കെ നമുക്ക് കേൾക്കാം. എന്ന് പറഞ്ഞാൽ റോബിൻ രാധാകൃഷ്ണൻ ഒരു ഡ്യുവലായിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. പണം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വഭാവം, പണം കിട്ടാത്തപ്പോൾ ഒരു സ്വഭാവം എന്നാണ്. ഇനി ഇതെല്ലാം പോട്ടെ, ഈ റോബിൻ രാധാകൃഷ്ണനെയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ റോബിൻ രാധാകൃഷ്ണൻ തന്നെ കഴിഞ്ഞ പ്രസ് മീറ്റിൽ സംബന്ധിച്ചൊരു കാര്യം, എനിക്ക് വേദലക്ഷ്മിയെ ഇഷ്ടമല്ല, പക്ഷേ ഇഷ്ടമല്ലാഞ്ഞിട്ട് ബിഗ് ബോസിൽ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഫോളോവേഴ്സിനോട് പറഞ്ഞിരുന്നു. അത് എനിക്ക് കുറച്ച് ചില്ലറ കിട്ടിയത് കൊണ്ടാണ്, എന്നെ സാമ്പത്തികമായി സഹായിച്ചത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞേക്കണത്. എന്ന് പറഞ്ഞാൽ പണം കിട്ടിയാൽ ഞാൻ എന്ത് പരിപാടിയും ചെയ്യാൻ തയ്യാറാണെന്നാണ് പറഞ്ഞേക്കണത് ആ ഒരൊറ്റ കാര്യത്തിൽ. രണ്ടാമത് പറഞ്ഞേക്കുന്ന ഒരു കാര്യത്തിൽ എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് BJP എന്ന് പറഞ്ഞ വർഗീയവാദികളാണ്, എനിക്ക് അവരോടൊന്നും താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ ഞാൻ അതിൽ ബുദ്ധിപരമായ ഒരു കളി കളിച്ചു, കാരണം എനിക്ക് അതിൻ്റെ ABCD ഒന്നും അറിയില്ല രാഷ്ട്രീയത്തിൻ്റെ. പക്ഷേ ഞാൻ തീരുമാനിച്ചത് ഒരൊറ്റ കാര്യമാണ്, കാരണം ഞാൻ തീരുമാനിച്ചത് ഈ പറയുന്ന മോദി എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഞാൻ മറികടന്നു എന്നുള്ളതാണ്. അവിടെയും പണം മാത്രമായിരുന്നു ലക്ഷ്യം, പണം കിട്ടിയാൽ കൊള്ളാം, എനിക്ക് പണം കിട്ടും അവിടെ നിന്ന് എന്ന് അദ്ദേഹം പലരോടും പറഞ്ഞതായിട്ടുള്ള ശബ്ദരേഖകളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ അത്തരത്തിൽ പണം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഇതിലേക്ക് എത്തിയതിൽ ബിഗ് ബോസിന് കൂടി വലിയ പങ്കുണ്ട്, ബിഗ് ബോസിൻ്റെ ഭാഗത്തു കൂടി വലിയ തെറ്റുണ്ട്. യാതൊരുവിധ വലിയ ടാലൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ മേന്മകളോ ഒന്നുമില്ലാത്ത കുറേ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഒരു ഷോയിലൂടെ താരമാക്കി മാറ്റുന്നു. ആ താരമാക്കി മാറ്റുമ്പോൾ എൻ്റെ മോൾ ഷൈൻ മീഡിയക്കും അതുപോലെ ഏഷ്യാനെറ്റിനും കൂടാതെ മോഹൻലാലിനുമൊക്കെ വലിയ പണം കിട്ടും. അവർക്കൊന്നും നഷ്ടപ്പെടാറില്ല, കാരണം അവരുടെയൊക്കെ കയ്യിൽ വലിയ ടാലൻറ്റും മിടുക്കുമൊക്കെ ഉണ്ട്. മോഹൻലാലിന് ഇനി ഈ ഷോ തകർന്നാലും എന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിന് അഭിനയിച്ചുകൊണ്ട് ജീവിക്കാമെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇവരെ സംബന്ധിച്ചോളം ഇവരൊരു സുപ്രഭാതത്തിൽ താരമായി മാറുകയും എന്നാൽ ഇവരുടെ കയ്യിൽ അത് നിലനിർത്താനുള്ളൊരു വെടിക്കോപ്പുകളൊന്നും ഇല്ലാതിരിക്കുകയും സ്വാഭാവികമായിട്ടും ഇവർ പിന്നെ വലിയ ആർഭാടകരമായ ജീവിതം നയിച്ചില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുകയും അങ്ങനെ ആർഭാടകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി വലിയ സെലിബ്രിറ്റികളാണെന്നുള്ള തെറ്റിദ്ധാരണ തലയിൽ പിടിച്ചുകൊണ്ട് ഇവർ യഥാർത്ഥത്തിൽ വലിയ തോതിൽ പണം മുടക്കിയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഇവർ ഓഡി Q3 അടക്കമുള്ള പല വണ്ടികളൊക്കെ ഉപയോഗിക്കുകയും ഏറ്റവും ഒടുവിൽ അതിന് പോലും പെട്രോൾ അടിക്കാൻ കാശില്ലാതെ അതുകൊണ്ട് പണയം വെക്കേണ്ടി വരികയൊക്കെ ചെയ്യും. ഞാനിപ്പോൾ അവരെ കളിയാക്കല്ല, അതൊക്കെ ഓരോ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളും അവസ്ഥകളൊക്കെയാണ്. ഈ റോബിൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഓഡി Q3 അതേ കൊണ്ട് പണയം വെച്ചിരുന്നുവെന്നും അതെടുക്കാൻ വേണ്ടി ഇവരുടെ അടുത്ത് പണം ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ, ഈ ഷോ കാണിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി റിയൽ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളോവേഴ്സൊക്കെ ഇട്ടുപോകുമെന്ന് വിചാരിച്ച് താർ റോക്സ് പോലെയുള്ള വണ്ടികളൊക്കെ തന്നെ ഏതാണ്ട് പെർ ഡേ 4000 രൂപക്കൊക്കെ റെൻറ്റിനെടുത്ത് പിന്നെ ഒരു 1500-2000 രൂപ കൂടി പെട്രോളൊക്കെ അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡീസലൊക്കെ അടിച്ചുകൊണ്ട് ഓടുകയും ചെയ്യുക എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈൽ ഇത് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും അതത്രത്തോളം അർഹതയുള്ള ഒരു സെലിബ്രിറ്റി ഈ പറയുന്ന പോലെ ഒരു സ്റ്റാറ്റസ് അല്ല ഇവർക്ക് കിട്ടിയത് എന്നുള്ളതാണ് വസ്തുത. അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഒരു സാധാരണ ജോലികൾ ചെയ്ത് ജീവിക്കാൻ തയ്യാറായ ബിഗ് ബോസിലെ ആളുകൾക്കൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ ഈ ഫോളോവേഴ്സിനെയും അതുപോലെ ആളുകളെയും ഒക്കെ എന്നുമെന്നും നിലനിർത്താൻ പണിപ്പെട്ട് അവരുടെ മുമ്പിൽ ഈ പറയുന്ന പോലെ ഒരു പ്രകടനപരത കാണിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ ഈ പറയുന്ന പോലെ ഇല്ലാത്ത ഇമേജ് സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചതിൻ്റെ ഒരു ദാരുണ ഫലമാണ് യഥാർത്ഥത്തിൽ റോബിൻ രാധാകൃഷ്ണനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തോട് യാതൊരുവിധ വിരോധവുമില്ല, ഒന്നും കണ്ടിട്ടുമില്ല. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് കഴിയാവുന്നത് പോലെ തന്നെ ജീവിച്ച് മുന്നോട്ട് പോയാൽ മതി. അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഒന്നില്ലെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അല്ലാതെ ഇത്ര വലിയ ഫ്ലാംബയൻസ് ആയിട്ടുള്ള ജീവിതവും സിനിമകളിൽ അഭിനയിക്കുന്നൊരു കാര്യവും വലിയ ലക്ഷറി ആയിട്ടുള്ള ലൈഫും ഒക്കെ നേടണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി നേരായ വഴികൾ നോക്കുന്നത് നന്നായിരിക്കും എന്നേ എനിക്ക് പറയാനുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വേദലക്ഷ്മി താങ്കൾ പണം കൊടുത്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ആ പണം ഇങ്ങോട്ട് തിരിച്ചു കിട്ടാനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ളതൊക്കെ എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ റോബിൻ രാധാകൃഷ്ണൻ ഉയർത്താൻ പോകുന്ന ഡിഫൻസ് ഇത് നിയമപരമായി പുള്ളിക്ക് അനുകൂലമാണ് എന്നുള്ള വലിയ ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ഉപദേശങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പ്രസ് ക്ലബ്ബിൽ പ്രസ് മീറ്റ് വിളിക്കാൻ നേരത്തെ ഇദ്ദേഹവും കൂടി വന്ന് അവിടെ ഒരു അലമ്പുണ്ടാക്കാൻ തീരുമാനിക്കുകയും പുള്ളിയുടെ വാദങ്ങൾ പറയാൻ തീരുമാനിക്കുകയും ചെയ്യുക എന്നുള്ള ലെവലിലേക്ക് എത്തിയേക്കണത്. പക്ഷേ ഇത്തരത്തിലുള്ള ഓവർ അഗ്രസീവായിട്ടുള്ള പെരുമാറ്റങ്ങൾ റോബിന് തന്നെ വലിയ തോതിൽ ദോഷമായി തീരും എന്നുള്ളത് ഞാൻ പറഞ്ഞോട്ടെ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ല, പക്ഷേ ഈ വിഷയം തന്നെ ചർച്ച ചെയ്യണോ വേണ്ടതെന്ന് ഞാൻ പലവട്ടം ആലോചിച്ചിരുന്നു. പക്ഷേ റോബിൻ്റെ ഫോളോവേഴ്സെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്
ഇതൊക്കെ പറയുന്ന ആളുകളുടെ ഫോളോവേഴ്സായി നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്വയം അധപ്പതിക്കരുത്. ജീവിതത്തിൽ ഒരാൾക്ക് ബുദ്ധിമുട്ട് വരാം, പ്രശ്നങ്ങൾ വരാം. ഞാനൊക്കെ അങ്ങനെ പലതും നേരിട്ടിട്ടുള്ളതാണ്. അതൊക്കെ പല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നുകൊണ്ടല്ല, പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഒക്കെ കൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാം. ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു സുഹൃത്ത് പ്രളയം വന്നപ്പോഴേക്കും 2018 പ്രളയം വന്നപ്പോഴേക്കും 2 കോടി രൂപയുടെ ഫാക്ടറിയിൽ വെള്ളം കയറുകയും ആകെ ബുദ്ധിമുട്ടിലായി പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ വരാം. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, ആർഭാടത്തിനും ഈ പറയുന്ന പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ കാണിക്കാനും അവരെ അങ്ങനെ ഇല്ലാത്തൊരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞ് കബളിപ്പിക്കാനൊക്കെ വേണ്ടി ഈ പണം മുടക്കുന്നവർക്ക് ഇതൊരു മാതൃകയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ബിഗ് ബോസിലേക്ക് ഇനി പോകുന്നവർ തന്നെ സൂക്ഷിക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരുമല്ല, ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ആ ഷോയിൽ പോയി കുറച്ച് പ്രശസ്തി കിട്ടി എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത കടയിൽ വന്ന് നമ്മൾ എന്താണ് ഈ പറയുന്ന പോലെ സാധനങ്ങൾ മേടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കാറിൽ സഞ്ചരിക്കാതിരുന്നുകൊണ്ടോ ഒന്നും യാതൊരു കുഴപ്പവുമില്ല എന്നുള്ളത് കൂടി ആളുകളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അല്ലാതെ ആർഭാടകരമായ ജീവിതം കാണിച്ച് ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല എന്നുള്ളത് കൂടി ആളുകൾ മനസ്സിലാക്കിയാൽ വളരെ നല്ലത്.